Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 6th ഇൻടേക്കിൽ, അതായത് 2025 ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ഈ വർഷം അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സിന്റെ ഡേറ്റ് വന്നു കേട്ടോ. പെട്ടെന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ യൂണിവേഴ്സിറ്റി കുറച്ച് നേരത്തെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാനും കറക്റ്റ് സമയം എടുത്ത് നിങ്ങൾ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും ആയിരിക്കാം അങ്ങനെ ഒരു സർക്കുലർ എന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2025 ഈ വർഷം ഇൻടേക്ക് 6ൽ അഡ്മിഷൻ എടുത്ത 4 വർഷ UG വിദ്യാർത്ഥികൾക്കും 3 വർഷ UG വിദ്യാർത്ഥികൾക്കും PG 2 വർഷ PG പ്രോഗ്രാം എടുത്ത കുട്ടികളുടെയും 1ാം സെമസ്റ്റർ അസൈൻമെന്റ് സമർപ്പണം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിനെ കുറിച്ച് കേൾക്കുന്ന കുട്ടികളായതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ 7 പേജ് അടങ്ങുന്ന ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. കുറെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ, ഒരു കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ അതിൽ തന്നെ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ 4 സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UG കാരാണെങ്കിൽ 4 സബ്ജക്ട് ഉണ്ടാവും, PG സ്റ്റുഡൻസ് ആണെങ്കിൽ 5 സബ്ജക്ട് ഉണ്ടാവും. ഈ ഓരോ സബ്ജക്റ്റിന്റെയും നിങ്ങൾ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. അതും ശ്രീനാരായണ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 അസൈൻമെന്റ് വെച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതായത് ഒരു സബ്ജക്റ്റിൽ തന്നെ 2 സെറ്റ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ എഴുതേണ്ടതും സെറ്റ് 2 അനലിറ്റിക്കൽ രീതിയിൽ എഴുതേണ്ടതുമാണ്. അപ്പോൾ ഒരു UG വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 4 സബ്ജക്റ്റുകളാണ് ആദ്യ സെമസ്റ്ററിൽ പഠിക്കുന്നതെങ്കിൽ 4x2 8 സെറ്റ് അസൈൻമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. PG വിദ്യാർത്ഥികളാണെങ്കിൽ 5x2 10 അസൈൻമെന്റുകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. ഇനി അസൈൻമെന്റ് സമർപ്പണം എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അസൈൻമെന്റിന്റെ മാർക്ക് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോഗ്രാം വിജയിക്കുന്നതിന് ഓരോ കോഴ്സിനും 2 അസൈൻമെന്റുകൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നും ഇതിനായി 30 മാർക്കാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് 15 മാർക്ക് ഒരു സെറ്റ് അസൈൻമെന്റിനും അടുത്ത 15 മാർക്ക് മറ്റൊരു സെറ്റ് അസൈൻമെന്റിനും, അങ്ങനെ 30 മാർക്കാണ് ഇത്. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റും ഉണ്ടാകും, ഒരു പരീക്ഷയും ഒരു ഇന്റേണൽ എക്സാമിനേഷൻ അവർ നടത്തും. ആ ഇന്റേണൽ എക്സാമിനേഷൻ പ്രോപ്പർ ആയിട്ട് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് തന്നെയായിട്ട് അവർ നടത്തുന്നത്. അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പൊ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ FIUGPയുടെ ഇൻടേക്ക് 6ലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇനി ഡേറ്റ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 6 പ്രോഗ്രാമുകൾ നിങ്ങൾക്കറിയാം. 4-year UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BCom, അതുപോലെ തന്നെ BA സോഷ്യോളജി, അതുപോലെ പ്രോഗ്രാമുകളാണ്. അപ്പം ഈ കുട്ടികളാണെങ്കിൽ നിങ്ങൾ 18/1/2026 വിത്തൗട്ട് ഫൈൻ, അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം ജാനുവരി മാസം വരെ സമയമുണ്ട്. ഇപ്പൊ നവംബർ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു 2.5 മാസത്തോളം സമയം, 2 മാസത്തോളമെങ്കിലും മിനിമം സമയം നിങ്ങൾക്ക് അസൈൻമെന്റിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈൻ ആണ്. ഇപ്പൊ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിനും ഫൈനൊക്കെ ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ 18 പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എല്ലാവരും 18 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ UG ഇൻടേക്ക് 6ഉം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. PG കാരുടെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ PG സംബന്ധിച്ചിടത്തോളം, അതായത് MA ഇംഗ്ലീഷ്, MA മലയാളം, ഹിന്ദി, അറബിക്, സാൻസ്ക്രിറ്റ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ് ഇവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം 18/1/2026 തന്നെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻടേക്ക് 6 വിവിധ പ്രോഗ്രാമുകളുടെ അസൈൻമെന്റിന്റെ പഠിതാക്കൾക്ക് ഈ പറഞ്ഞ ഡേറ്റിനാണ്, പിഴ കൂടാതെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കാവുന്നത്. ഇനി ആ ഒരു ഡേറ്റിന് ശേഷം, അതായത് 2026 ഒക്ടോബർ 18, ഒക്ടോബർ അല്ല ജാനുവരി 18 ശേഷമാണ്. അതായത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഏകദേശം 2 മാസത്തോളം സമയമുണ്ട് കേട്ടോ. അപ്പൊ 2026 ജാനുവരി 18 ശേഷമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 രൂപ ലേറ്റ് ഫീയോട് കൂടി ബന്ധപ്പെട്ട പ്രോഗ്രാം കാലാവധി വരെയും പ്രോഗ്രാം കാലാവധിക്ക് ശേഷം
100 രൂപ സൂപ്പർ ഫൈനോടുകൂടി. അത് അസൈൻമെന്റ് വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് വെറുതെ പറയുന്നതല്ല. ആ ഡേറ്റിന് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ 50 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുമാണ് നിങ്ങളെങ്കിൽ 100 രൂപ സൂപ്പർ ഫൈൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ അവസാനം 18-ാം തീയതി വരെയാണ്, അതായത് ജാനുവരി 18-ാം തീയതി വരെയാണ് നിങ്ങൾക്കത് ഫൈൻ ഇല്ലാതെ അടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ, ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈനിന്റെ ഉള്ളിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പരീക്ഷയുടെ, അതായത് റെഗുലർ പരീക്ഷകളുടെ ഫലത്തിനായിട്ട് ഈ അസൈൻമെന്റ് പരിഗണിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ അസൈൻമെന്റുകൾ പരിഗണിക്കില്ല. അപ്പൊ അത് താൽക്കാലികമായി തടഞ്ഞു വെക്കും. അത് നിങ്ങൾ എക്സാം എഴുതിയ റിസൾട്ടിനെ അത് ബാധിക്കും. സോ തീയതിക്ക് ശേഷം ഫൈനോട് കൂടി സമർപ്പിക്കുന്ന അസൈൻമെന്റുകളുടെ ഫലം സപ്ലിമെന്ററി പരീക്ഷാ ഫലത്തിനോടൊപ്പം മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ എന്ന് പറയുന്നു. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ അസൈൻമെന്റുകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PDF ഫോർമാറ്റിൽ സേവ് ചെയ്യണം. കാരണം അത് ഓൺലൈൻ ആണല്ലോ. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. സെറ്റ് 1ഉം സെറ്റ് 2ഉം എന്നുള്ളത് സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഫേസിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഇനി അത് അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് പറയാം. അപ്പൊ ഫേസിംഗ് ഷീറ്റ് LSCകളിൽ നിന്നും നിങ്ങൾ നേരിട്ട് വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ്. അവിടുന്ന് വാങ്ങി അത് പ്രിന്റ് എടുത്ത് അതിൽ പൂരിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഈ ഫയലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് PDF ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ ഫയല്. അതുപോലെ തന്നെ 10 MB ഏകദേശം 10 പേജ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ erp.sgou.ac.in എന്നുള്ള സ്റ്റുഡന്റ് പോർട്ടൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് നിങ്ങളുടെ അസൈൻമെന്റുകളെല്ലാം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയുന്നു സെറ്റ് 1ഉം സെറ്റ് 2ഉം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലുമായിട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് അത് ഇതാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, മാറിപ്പോവരുത്. പിന്നെ എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് ചില കുട്ടികൾ ഒരേ ഉള്ളടക്കം വെച്ചിട്ട് ഫേസിംഗ് ഷീറ്റ് മാത്രം മാറ്റി വെക്കുന്ന ഒരു രീതിയൊക്കെ കുട്ടികളിൽ നിന്ന് കണ്ടു. അപ്പൊ അത് അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടാൽ വലിയ തുക നിങ്ങൾ കൊടുക്കേണ്ടി വരും യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ നിങ്ങൾ അസൈൻമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഫസ്റ്റ് സെമ്മിലെ കുട്ടികൾ, അതായത് ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ള 4 ഇയർ UG പ്രോഗ്രാം ആണെങ്കിലും 3 ഇയർ UG പ്രോഗ്രാമിലെ കുട്ടികളാണെങ്കിലും 2 ഇയർ PG പ്രോഗ്രാമിലെ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാവുന്ന ഒരു വീഡിയോ ആണിത്. അസൈൻമെന്റിനെ കുറിച്ച് പറയുന്ന വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് അസൈൻമെന്റുകൾ തുടങ്ങുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വൃത്തങ്ങളിൽ നിന്നും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും ഇത്ര ശ്രദ്ധിക്കുക. അസൈൻമെന്റുകൾ അപ്ലോഡ് ചെയ്യണത് ഓൺലൈൻ ആയിട്ടാണ്. അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ പറയുന്നത് ജാനുവരി 18-ാം തീയതിയാണ്. ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ദിവസത്തിന്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു അസൈൻമെന്റ് നിങ്ങളുടെ സപ്ലിമെന്ററി പരീക്ഷയുടെ കൂടെ കണക്കാക്കുകയുള്ളൂ. അപ്പൊ അത് റിസൾട്ടിനെ ബാധിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.